ഇതിനിടയിൽ നമുക്കറിയാം കേരളത്തെ LDF സർക്കാരിനെ പ്രതിസന്ധിയിലാക്കിയ മുനമ്പം സമരം. ഈ സമര നേതാക്കൾ ന്യൂസ് 18നോട് സംസാരിച്ചു. അവർ പറയുന്നത് സതീശൻ മുഖ്യമന്ത്രി ആവുകയാണെങ്കിൽ അത് വളരെ പ്രതീക്ഷ ഉണ്ടാക്കുന്ന ഒന്നാണ് തങ്ങൾക്ക് എന്നുള്ളതാണ്. പ്രശ്നത്തിന് ക്രിയാത്മക പരിഹാരം അദ്ദേഹം ഉണ്ടാക്കുമെന്ന് സമരസമിതി വിശ്വസിക്കുന്നു. മുൻ സർക്കാർ നല്ല ഇടപെടലുകൾ നടത്തിയെങ്കിലും അത് പൂർണ്ണതയിലെത്തിക്കാൻ സതീശന്റെ നേതൃത്വത്തിലുള്ള സർക്കാരിന് കഴിയുമെന്നും അവർ ഡാനി പോളിനോട് പറഞ്ഞു. VD സതീശൻ മുഖ്യമന്ത്രി പദത്തിലേക്ക് എത്തുന്നുവെന്ന വലിയ സജീവ ചർച്ചകളാണ് എല്ലായിടത്തും നടക്കുന്നത്. പറവൂരിൽ, അദ്ദേഹത്തിന്റെ മണ്ഡലമായ പറവൂരിൽ കഴിഞ്ഞ 5 ടേമുകളിൽ നിന്നിപ്പോൾ 6ാമത്തെ ടേമുകളിലേക്ക് വന്നു. ഏതാണ്ട് 26ാം വർഷത്തിലേക്കെല്ലാം തന്നെ ഇവിടെ അദ്ദേഹം തുടർച്ചയായി പ്രതിനിധീകരിക്കുമ്പോൾ ജനങ്ങൾക്ക് പ്രതീക്ഷകളേറെയാണ് ഈ മണ്ഡലത്തിലുള്ളവർ. നമ്മൾ ഉള്ളത് ഏറെ കേരളം ചർച്ച ചെയ്ത മുനമ്പം ഭാഗത്താണ്. മുനമ്പം സമരസമിതി ഭാരവാഹികളെല്ലാം തന്നെ നമുക്കൊപ്പം തന്നെ ചേരുന്നുണ്ട്, ഭൂസംരക്ഷണ സമിതിയുടെ എല്ലാം തന്നെ. കാരണം ഈ ഒരു വിഷയം അദ്ദേഹം VD സതീശൻ അദ്ദേഹം അത് സ്വീകരിക്കുകയും വളരെ ചുരുങ്ങിയ സമയത്തിൽ ഇത് പരിഹാരം കാണുമെന്നെല്ലാം തന്നെ പറഞ്ഞതാണ്. അപ്പോൾ സമരസമിതിക്ക് അവരുടെ ഒരു പ്രതീക്ഷകൾ എന്താണെന്ന് നോക്കാം. നമുക്കിപ്പോൾ സമരസമിതി ഭാരവാഹികൾ ചേരുന്നു. എങ്ങനെയാണ് VD സതീശൻ മുഖ്യമന്ത്രി പദത്തിലേക്ക് എത്തുന്നു എന്നൊരു പറച്ചിൽ എങ്ങനെയാണ് നിങ്ങളതിനെ കാണുന്നത്? ഈ സതീഷ് സാറ് മുഖ്യമന്ത്രിയായിട്ട് വരുമെന്നാണ് ഇപ്പോൾ ഞങ്ങൾ മനസ്സിലാക്കുന്നത്. അദ്ദേഹം വരുന്നതിൽ വളരെ സന്തോഷമുണ്ട്. കാരണം ഞങ്ങൾ ഈ കടലിൽ നിന്ന് കിട്ടുന്ന കൊച്ചു കൊച്ചു പൈസകൾ കൂട്ടി വെച്ചാണ് ഞങ്ങൾ ഈ ഭൂമി വാങ്ങുന്നത്. ഈ ഭൂമി വാങ്ങി 35 വർഷം കഴിഞ്ഞപ്പോഴാണ് വഖഫ് ബോർഡ് ഈ നിലപാടായിട്ട് വരികയും ഞങ്ങളുടെ റവന്യൂ അവകാശം കവർന്നെടുക്കുകയും ചെയ്തതിന് ശേഷം ഇവിടെ ഒരുപാട് ആൾക്കാർ വന്നെങ്കിലും ഒരു നിലപാട് വ്യക്തമാക്കിയത് ഈ ഭൂമി വഖഫ് ഭൂമി അല്ല എന്ന് ഏറ്റവും ആദ്യം പറഞ്ഞത് VD സതീശൻ സാറാണ്. അതുകൊണ്ട് തന്നെ അദ്ദേഹം മുഖ്യമന്ത്രിയായിട്ട് വരുമ്പോൾ ഞങ്ങളുടെ പ്രശ്നം പരിഹരിക്കും എന്നുള്ളതിന് ഏറ്റവും വലിയ തെളിവാണ് ഈ അങ്ങോട്ട് അന്ന് ഇവിടെ വന്ന് തൊട്ടടുത്ത് വന്നാണ് അദ്ദേഹം സംസാരിച്ചത്. അദ്ദേഹം പറഞ്ഞ ആ വാക്കിൽ എന്നും ആ നിലപാടിൽ ഉറച്ചു നിൽക്കുന്ന വ്യക്തിയാണ്. 20 വർഷമായിട്ട് എനിക്ക് അദ്ദേഹത്തെ കുറിച്ച് കൃത്യമായിട്ട് അറിയാം. പറയുന്ന വാക്ക് പ്രവൃത്തിയാക്കും, അതിനകത്ത് ഒരു സംശയവും വേണ്ട. സമരസമിതി പ്രസിഡന്റ് അല്ലെ, ചെയർമാൻ റോക്കി ജോസഫാണ് സംസാരിച്ചത്. കൺവീനർ ബെന്നി ജോസഫ് കൂടി ചേരുന്നുണ്ട്. വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് ഈ പ്രശ്നം 10 മിനിറ്റ് കൊണ്ട് തീർക്കാവുന്ന ഒരു പ്രശ്നം എന്നെല്ലാം തന്നെയാണ് VD സതീശൻ എന്ന സമരസമിതിയോടെല്ലാം തന്നെ പറഞ്ഞത്. എന്ത് പ്രതീക്ഷകൾ ബാക്കി നിൽക്കുന്നു? ഞാനും ചെയർമാൻ ചേർന്ന് ദേശത്തുള്ള VD സതീശൻ സാറിന്റെ വീട്ടിൽ പോയി ഈ ഡോക്യുമെന്റ്സ് എല്ലാം കൊടുത്ത് ശരിയായ രീതിയിൽ അദ്ദേഹം പഠിച്ചതിന് ശേഷം ആണ് ഇവിടെ വന്ന് നിരാഹാര സമരം തുടങ്ങുന്നതിന് മുൻപ് ഇത് വഖഫ് പ്രോപ്പർട്ടി അല്ല എന്നുള്ള നിലപാടെടുത്തത്. അതോടൊപ്പം തന്നെ ഈ ഞങ്ങളുടെ പ്രശ്നങ്ങൾ ശാശ്വതമായി പരിഹരിക്കുന്നതിന് വേണ്ടി നിയമപരമായിട്ടുള്ള സഹായങ്ങളെല്ലാം ചെയ്തു തരുന്നതിന് മുൻപിട്ടിറങ്ങി നിൽക്കുന്ന അഡ്വക്കേറ്റ് ജോർജ് പൂന്തോട്ടത്തിനെ അദ്ദേഹം വിശദമായി കണ്ട് സംസാരിക്കുകയും ഞങ്ങളുടെ മെത്രാന്മാർ കാണുകയും ചെയ്തതിന്റെ ഫലമായിട്ടാണ് ഈ അഡ്വക്കേറ്റ് ജോർജ് പൂന്തോട്ടം നല്ല രീതിയിലുള്ള കേസുമായി ശരിയായ രീതിയിലുള്ള കേസ് നടത്തുന്നതിന് സാധിച്ചത്. അതുതന്നെയാണ് ഞങ്ങളുടെ ഏറ്റവും വലിയ നേട്ടം. അതോടൊപ്പം തന്നെ ഇപ്പോൾ ഈ വിശദമായി ഇതിനെക്കുറിച്ച് ആഴമായി പഠിച്ചിട്ടുള്ള VD സതീശൻ സാറ് മുഖ്യമന്ത്രിയായി വരികയാണെങ്കിൽ 10 മിനിറ്റ് അല്ല, ഞങ്ങൾക്ക് സമയമെടുത്തിട്ടുണ്ടെങ്കിൽ കുറച്ച് സമയം കൂടി എടുത്താലും ശരി ഇതിന് ശാശ്വതമായ ഒരു പരിഹാരം ഉണ്ടാക്കി തരുമെന്ന് ഞങ്ങൾ പൂർണ്ണമായിട്ടും വിശ്വസിക്കുകയാണ്. കാരണം 2025 ഏപ്രിൽ മാസം 19-ാം തീയതി തന്നെ വിധി പറയുമെന്ന് വഖഫ് ട്രൈബ്യൂണൽ പറഞ്ഞപ്പോൾ ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ചിൽ നിന്നും സ്റ്റേ വാങ്ങിച്ചു. അതോടൊപ്പം തന്നെ ഈ കഴിഞ്ഞ നാളുകളിലും നിയമവിരുദ്ധമായിട്ടാണ് വഖഫ് രജിസ്റ്ററിൽ പെടുത്തിയതെന്ന് പറഞ്ഞപ്പോൾ ഹൈക്കോടതിയിൽ നിന്നും വീണ്ടും വിധി പറയരുതെന്നും പറഞ്ഞ് സ്റ്റേ വാങ്ങിച്ചിരിക്കുകയാണ്. അല്ലെങ്കിൽ ഞങ്ങളുടെ പ്രശ്നം പെട്ടെന്ന് തന്നെ കഴിഞ്ഞു പോയാനെ. ഇത് ഞങ്ങളുടെ ജീവന്റെ പ്രശ്നമാണ്. അദ്ദേഹം VD സതീശൻ സാർ മുഖ്യമന്ത്രിയായി വരുന്നു എന്നറിഞ്ഞതിൽ ഞങ്ങൾക്ക് വളരെയേറെ സന്തോഷമുണ്ട്. സമരസമിതി ഇപ്പോഴും സജീവമായിട്ട് തന്നെ നിലനിൽക്കുന്നുണ്ട്. സമരം ഞങ്ങൾ നിർത്താൻ കാരണം ഞങ്ങൾ 2 മന്ത്രിമാർ ഇവിടെ വരികയും ഞങ്ങളെ സഹായിക്കാമെന്ന് പറഞ്ഞതിന്റെ പേരിലാണ് ഞങ്ങൾ സമരം അവസാനിപ്പിച്ചത്. എങ്കിലും നടത്തിയിട്ടുണ്ട്. പിന്നെ കരടക്കാനുള്ള സംവിധാനം എല്ലാം ചെയ്തു തന്നു. എങ്കിലും കാര്യങ്ങൾ ഒരിടത്ത് എത്തിയില്ല. ഞങ്ങളുടെ റവന്യൂ അവകാശം എന്ന് പറഞ്ഞാൽ പൂർണ്ണമായിട്ട് സ്ഥാപിച്ച് കിട്ടണ്ടേ, അത് കിട്ടിയില്ല. വീണ്ടും ഒരു തെരഞ്ഞെടുപ്പ് വന്ന് ആ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് പാർട്ടി ജയിച്ചു. കോൺഗ്രസിന്റെ ഒരുപാട് നേതാക്കന്മാർ ഈ ഞങ്ങളുടെ സമരപ്പന്തലിൽ വന്നിട്ട് കോൺഗ്രസ് എന്ന് പറയുന്ന ആ സംഘടന നിലപാട് ഇത് വഖഫ് ഭൂമി അല്ല എന്നുള്ളതാണ്. അതേപോലെ തന്നെ മുസ്ലിം ലീഗ് കുഞ്ഞാലിക്കുട്ടി സാറും തങ്ങൾ സാറും ഇവരെല്ലാവരും വഖഫ് ഭൂമി അല്ല എന്നുള്ള നിലപാടാണ് ഇവിടെ വന്നേക്കുന്ന നേതാക്കളും എല്ലാവരും പറഞ്ഞിരിക്കുന്ന. അതോടൊപ്പം തന്നെ CPM-ന്റെ ജില്ലാ സെക്രട്ടറി മോഹൻ സാർ വരെയും ഇവിടെ വന്ന് പറഞ്ഞിരിക്കുന്നത് ഇത് വഖഫ് ഭൂമി അല്ല എന്നാണ് ഇന്ന കാരണങ്ങൾ കൊണ്ട്. ഈ
സത്യപ്രതിജ്ഞ ചടങ്ങുണ്ടായാൽ ഇവിടുന്ന് ആളുകൾ പോകുന്നുണ്ടോ കാണാൻ? ഞങ്ങളെല്ലാവരും പോവും. ഞങ്ങളതിനുള്ള വണ്ടികൾ ആര് മുഖ്യമന്ത്രി ആയാലും ഞങ്ങൾ പോവും. എല്ലാവരും പോകും. ഏതായാലും മുനമ്പം പ്രദേശത്തുള്ള വലിയ പ്രതീക്ഷയിൽ തന്നെ തുടർന്നു. പ്രത്യേകിച്ച് അവരുടെ പ്രശ്നങ്ങളിൽ ക്രിയാത്മകമായ ഇടപെടലുകൾ നടത്താൻ വളരെ പെട്ടെന്ന് അത് പരിഹരിക്കാം എന്ന് ഉറപ്പ് നൽകിയ തങ്ങളുടെ സ്വന്തം MLA ആകുന്നു എന്നത് തന്നെ. അതുകൊണ്ട് ഈ ഭാഗം വൈപ്പിൻ മണ്ഡലത്തിൽപ്പെടുന്നതാണ് എങ്കിൽ കൂടിയും പറവൂരിൽ നിന്ന് തൊട്ടടുത്ത മണ്ഡലമായ പറവൂരിൽ നിന്ന് ഒരാൾ മുഖ്യമന്ത്രി പദത്തിലേക്കെല്ലാം തന്നെ എത്തുമ്പോൾ അത് തങ്ങൾക്ക് നൽകുന്ന പ്രതീക്ഷ, പ്രത്യേകിച്ച് VD സതീശനാകുമ്പോൾ തങ്ങൾക്ക് വലിയ പ്രതീക്ഷകളാണെന്നാണ് മുനമ്പം സമരസമിതി ഭാരവാഹികൾ പങ്കുവയ്ക്കുന്നത്. കൊച്ചിയിൽ നിന്ന് ക്യാമറമാൻ പ്രശാന്ത് മംഗലശ്ശേരിക്കൊപ്പം ജാനി പോൾ, ന്യൂസ് 18. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.